അലജോസ് പെരേര ഇപ്പൊ പുതിയൊരു ന്യൂസ് വന്നിരിക്കുകയാണ്. താങ്കളെ 24 വന്നിരിക്കുന്നതാണ്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനായിട്ട് കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ 5 പേരെ കേസ് കൊടുത്തിട്ടുണ്ട്. അറിയാൻ പാടില്ല കറക്റ്റായിട്ട് അറിയാൻ പാടില്ലെന്നല്ല, നമ്മൾ സിനിമയിൽ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ നമ്മൾ ആരെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ പറയുന്നൊരു ആളുമായിട്ട് നമ്മൾ ലൈംഗികമായിട്ട് പോയിട്ടില്ലല്ലോ. നമ്മൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മോഡലായിട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പോൾ സ്പായിൽ പോയി ചെയ്യാവുന്നതിലേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. മനസ്സിലായോ? എവിടെ പോയി ഇപ്പൊ അതല്ല, ഒരാള് ചുമ്മാതെ ഒരാള് ഒരാളോട് കേസ് കൊടുക്കില്ല. ചുമ്മാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നേരിട്ടല്ല, കമന്റിൽ നമുക്കെതിരെ കളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കമന്റിൽ നമുക്കെതിരെ ഒരു ആക്രമിച്ചിരുന്നു കുറെ. കമന്റ് പറയാ, എന്റെ പേജിന്റെ താഴെ ഇവരൊന്ന് കമന്റ് ഇടും, വിനീതിന്റെ പടം വെച്ചിട്ട് ഇന്നയാള് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ബ്ലഡി നേറ്റ് ഷോർട്ട് ഫിലിം ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് ആ ഷോർട്ട് ഫിലിം ഇറക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പേജിൽ കയറിയിട്ട് കമന്റ് ഇടുവായിരുന്നു, ഈ ഷോർട്ട് ഫിലിം ഇറക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. രേഷ്മ, ചിഞ്ചു, അങ്ങനെ കുറെ. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്റെ പേജിന്റെ താഴെ കമന്റ് ഇടണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചാവുന്നത് വിനീതിന്റെ ഫോട്ടോ ഇട്ടേ. വിനീത് എനിക്കും സന്തോഷ് വർക്കിക്കും ഈ രേഷ്മയായിട്ട് ഇന്റിമസി സീനൊന്നുമില്ല. അപ്പോൾ ചിഞ്ചുമായിട്ട് മാത്രം ഈ സന്തോഷ് വർക്കിക്ക് ഇന്റിമസി സീനുള്ളൂ. പിന്നെ ഇപ്പൊ ഈ നമ്മുടെ വിനീതായിട്ടാണ് കൂടുതൽ സീൻസ് കോൺസ് ചെയ്തത്. വിനീതായിട്ടാണ് കൂടുതൽ പറയുന്നത്, അറിയാവുന്ന വിനീതിന് മാത്രമാണ് ഈ വ്യക്തി, ഈ മറ്റേ നമ്മുടെ നിരഞ്ജന എന്ന വ്യക്തി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ബന്ധമില്ലെന്ന് പറയുന്നത്? എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, കാരണം പറഞ്ഞുതരാം. ഇപ്പോൾ അമ്മയിലെ ഇഷ്യൂ നിങ്ങൾ അറിയാമല്ലോ. അമ്മയിൽ കുറെ പേര് ഇപ്പോൾ അതിനെപ്പറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറയണമല്ല, കാരണം അമ്മയിലെ കേസുമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കമന്റ് ബോക്സിൽ ഹേമ കമന്റിൽ എൻ്റെ പേരും സന്തോഷയുടെ പേരും ഏത് ചേർക്കുമെന്നൊക്കെ പറയുന്നു. അതൊക്കെ തന്നെ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഇതില് കമന്റില്ല, അല്ല കമന്റില് ന്യൂസ് അല്ല, കമന്റില് എഴുതിയിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ വാർത്ത വന്നിരിക്കുന്നത് സന്തോഷ് വർക്കി, വിനീത്, അലിജോസ് പെരേര, നമുക്ക് 3 വിനീത് ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലാണ് ഡയറക്ടർ. ട്രാൻസ്വുമൺ എന്ന് പറയുന്ന നിരഞ്ജന ഒരാണാണ്, പെണ്ണായതാണ്. അല്ല, ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു വരുന്നത്. അപ്പം ഇതിന് കണ്ടിന്യൂസ് വരുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? എന്താണ് കണ്ടിന്യൂസ് എടുക്കുന്ന? മറ്റത് നമ്മള് ഒരു പ്രണയം അഭിനയിച്ചാണ്. അത് ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പെൺകുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു പ്രണയം അഭിനയിച്ചു. ആ പ്രണയം അവർക്ക് മനസ്സിലായില്ല. പിന്നീട് അവർക്ക് പല രീതിയിലുള്ള ബോയ്സുമായിട്ടുള്ള റിലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ആ ലൈവ് ഇട്ടത്. നമ്മൾ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. താങ്കളെ പോലുള്ള ഇതുവരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തു കൂട്ടുന്നതാണ് ഇതൊക്കെ. വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തനിയെ ഇപ്പം നടന്നു പോയ സമയത്ത് ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് കുറേ വിവാദം ഉണ്ടായല്ലോ. അതിനെപ്പറ്റിയാൽ പിന്നെ നമ്മളെ നിങ്ങളൊക്കെ ചേട്ടനൊക്കെ ഒരു കണ്ടന്റ് വൈറലാക്കിയത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഒന്ന് തുറന്നു പറയണമെന്നുണ്ട്. ഇത് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും ഈ വ്യക്തി വന്നിട്ട് ഈ വിനീതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഇതിനകത്തിട്ട് വിനീതിന്റെ ഫോട്ടോ ഇട്ടിട്ട് പീഡിപ്പിച്ചെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പീഡിപ്പിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, എൻ്റെ പേജിന്റെ താഴെ വന്ന് ഇറങ്ങുന്നതെന്നാന്ന് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പടം ഇട്ടാലും ഇവർ വന്നിട്ട് അതിൻ്റെ താഴെ കുളിക്കില്ല, നനയ്ക്കില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, മുടി വെട്ടില്ല എന്നൊക്കെ പറയും. അങ്ങനെയാണ് ശത്രു തുടങ്ങി. പിന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞു അവർ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അതിനകത്ത് താഴെ ചെന്ന് വെച്ച് നിങ്ങളെന്തിനാണ് എൻ്റെ പേര് പറഞ്ഞത്? അവിടെ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ആറാട്ടണ്ണം പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി ആറാട്ടണ്ണ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. ഒരുമിച്ച് ഞങ്ങൾ പോയി. ഞാൻ പെരേരയും ഞാനും കണ്ടിട്ടില്ല. പിന്നെ വിനീതിന്റെ കാര്യം ഞങ്ങൾക്ക് പറയാൻ അറിയില്ല, കാരണം വിനീത് എന്തോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതന്നെ വിനീത് ചെന്നിട്ടുണ്ടോ പോലീസ് നമുക്കറിയില്ല. അപ്പം വിനീതും ബ്രൈറ്റും ചെയ്ത വർക്കിലാണ് ഇദ്ദേഹം അഭിനയിച്ചെന്ന് പറഞ്ഞ ഈ വ്യക്തി ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് ചാൻസ് കൊടുത്തു അവരായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ 24 വാർത്തയിൽ വരെ വന്നപ്പോൾ പരാതിക്കാരിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സഹോദരി ഉള്ളതാണ്, സഹോദരി മാത്രമല്ല അത്യാവശ്യം കസിൻ സിസ്റ്റർ ഒക്കെ ഉള്ളത്. നമ്മള് അങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെയുള്ള നല്ല അത്യാവശ്യം മോഡൽസിനായിട്ടുള്ള ആൾക്കാരൊപ്പം ചെയ്യാനല്ല, ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പിൽ പോയാൽ അതുപോലും പോകാത്തൊരു ഞാൻ ഇങ്ങനൊരു ശാരീരബന്ധം ഏർപ്പെടുന്ന തെറ്റല്ലേ. ഇന്നത്തെ കാലത്ത് സ്പായും കാര്യങ്ങളും ഓരോ ലിവിങ് ടു ദ ലൈഫും ഒക്കെ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെടാം. ഇനി എന്താണ് മുന്നോട്ട്, എന്താണ് അതിന്റെ ഒരു എങ്ങനെ ഡിഫോമേഷന് പോവുക, അങ്ങനെ എന്താണ് അതിന് മാനവശത്തിന് കേസ് വെക്കാൻ വേണ്ടിയിരിക്കുകയാണ്. സന്തോഷ് വർക്കി ഇന്ന് ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ എന്റെ സ്റ്റേഷൻ നടക്കിയ സ്റ്റേഷനാണ്, പലയിടത്ത് നടക്കിയ സ്റ്റേഷൻ. അവിടെ പോയിട്ട് പരാതിപ്പെട്ട് പോകുന്ന നമുക്കൊരു ഉള്ളിലൊരു ആഗ്രഹം.
പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായോ? പോലീസ് വിളിച്ചോ? പോലീസിനെ സമാധി ഞാൻ പോയി കണ്ടതാണ്. ചേരാനൂരിൽ പോയിട്ട് നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. എപ്പോഴാ പോയത്? പക്ഷെ അവർക്ക് എത്ര മനസ്സിലായിട്ട് താങ്കൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ നിങ്ങളുടെ? നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വരാറുണ്ട്. വെള്ളിയാഴ്ചകളിലല്ല, ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ കൊടുക്കുന്നു. ഇപ്പൊ വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് നടക്കുന്ന സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കാരണം നമ്മള് ഒരു വർഷം മുമ്പാണെങ്കിൽ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലെ തെളിവുകൾ ഉണ്ടാവും. ഡേറ്റ് പറയട്ടെ, ആ ഒരു ടൈം വീഡിയോ കോള് വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ കോൾ വിളിച്ചിട്ട് ഇവൻ നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മോശമായി. കാരണം വീഡിയോ കോള് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കോൾ വിളിച്ചെങ്കിൽ തന്നെ നമ്മള് മറ്റേ നേരത്തെ ഫേക്ക് ആയിട്ട് വിളിക്കുമ്പോൾ കട്ട് ചെയ്യാറുണ്ട്. 16 സെക്കൻഡ് ഒക്കെ ചിലർ നൂടാട്ടൊക്കെ വിളിച്ചിട്ട് ഞാൻ കട്ടാക്കി കളയാറുണ്ട്. പക്ഷെ വേറെ കേസുണ്ട്. ഇവര് വേറെ ആൾക്കാരെ പെടുത്താൻ വേണ്ടി 1-2 പേര് പറഞ്ഞു കേട്ടു ഇവര് ഭയങ്കര ഫ്രോഡാണ്, ഇവർ ആരെയൊക്കെ ഇങ്ങനെ ഇത് ട്രാപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒരു വാർത്ത. നിങ്ങളിലേക്ക് ഇതിന് മുന്നേ ഒരു പീഡന ആരോപണം രണ്ടാമത്തതാണ്. ഇല്ല, അതിപ്പോ ഇവര് നല്ല ഒരു ഫീൽഡ് നിരോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ വരുന്നത്. മുന്നേ വന്നത് ആരോപണമായിരുന്നു, അത് കേസെടുത്തിരുന്നു. അതെ, ആരോപണമായിരുന്നു. ഒരു മീഡിയയിൽ അത് കേസെടുത്തിരിക്കുകയാണ്. മുന്നിൽ വന്ന ലേഡിയില്ലേ, നമ്മൾ ചെയ്യാത്ത തെറ്റിനാണ് അതിന് കേസെടുക്കാൻ പോണേ. ഇപ്പൊ പണ്ട് കാര്യം പറഞ്ഞു, ഇപ്പൊ ദിലീപേട്ടനെ കുടിക്കാൻ പോലെ ഇപ്പൊ എന്നെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്ക്. അത് പറ. റിയ ഇപ്പൊ നല്ല സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. അപ്പൊ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മെസ്സേജ് കേൾപ്പിച്ചു തന്നു. റിയ കേസ് കൊടുത്തില്ല, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ആ കുട്ടി പിന്നെ മെസ്സഞ്ചറിൽ വന്നിട്ട് എനിക്ക് പിണക്കമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് എപ്പോഴും അയക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നമില്ല. അത് ഇവർ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. സൗഹൃദം മാത്രം മെസ്സേജ് സംസാരിക്കാറുണ്ട്, കാണാറൊന്നുമില്ല. എന്തായാലും തെറ്റ് ഇവൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പൊ ന്യൂസ് ഇനിയും ഓരോ ന്യൂസ് ചാനലിൽ വരാം. പക്ഷെ നമ്മള് ചെയ്യാത്ത